റജി സോൺ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലത്തെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ബാക്കി വന്നാൽ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടോ അല്ലെങ്കിൽ രാത്രിയത്തെ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിരുന്നു. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ഓൾറെഡി നമ്മുടെ നൂൽപുട്ടിൽ ഉപ്പുണ്ടാവും. നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം മതി നമ്മളിടുമ്പോൾ. നല്ലതുപോലെ വഴറ്റി സോഫ്റ്റ് ആകുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട്, ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്, ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റിയാൽ മതി. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇടുന്നത്. കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് പണി കഴിയും. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഈ കൂട്ടത്തിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ആ മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്. നേരത്തെ മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഗരം മസാലപ്പൊടിയും. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. 1-2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചാൽ ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. 2-3 ഒക്കെ ഒഴിക്കാം. ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് ഒഴിച്ചത്. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി. നമ്മുടെ നൂൽപുട്ട് നല്ലതുപോലെ അതിലൊന്ന് സോക്കാകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒരു 5-6 നൂൽപുട്ട് ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ്. കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. ലെയർ വിട്ടു പോകാതെ പൊടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നൂൽപുട്ട് പുലാവ് അല്ലെങ്കിൽ നൂൽപുട്ട് മസാല എന്ത് പേര് വേണമെങ്കിലും പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിക്കോ രാത്രിയത്തെ ഡിന്നറായിട്ടോ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.